അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് മെയിനായിട്ട് 3 തരത്തിലുള്ള ട്രാവേഴ്സലാണ്. ഒന്നാമത്തെ പ്രീ ഓർഡർ ട്രാവേഴ്സൽ, രണ്ടാമത്തെ ഇൻ ഓർഡർ ട്രാവേഴ്സൽ, മൂന്നാമത്തെ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. ഈ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ സമയത്തും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രീ ഓർഡർ ട്രാവേഴ്സൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഇതിൽ ട്രാവേഴ്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ബൈനറി ട്രീനെ നമ്മൾ എങ്ങനെയാണ് ട്രാവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ നോഡിനും എങ്ങനെയാണ് വിസിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ട്രാവേഴ്സിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രീ ഓർഡർ ട്രാവേഴ്സലിൻ്റെ കേസിൽ ഫസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോണ നോഡ്, അല്ലെങ്കിൽ ഫസ്റ്റ് ട്രാവേഴ്സ് ചെയ്യാൻ പോണ നോഡ് റൂട്ട് നോഡാണ്. അതിനുശേഷം അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ, അതിനുശേഷം റൈറ്റ് സബ് ട്രീ. ഈ രീതിയിലാണ് നമുക്ക് ട്രാവേഴ്സ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. എക്സാമ്പിൾ നമ്പർ 1 വെച്ച് നോക്കുമ്പോൾ നമുക്കിതിപ്പോൾ ഒരു ബൈനറി ട്രീ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ABC എന്നുള്ള രീതിയാണ് തന്നിട്ടുള്ളത്. ഇതിൽ ആദ്യം നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത് റൂട്ട് നോഡിനെയാണ്. സോ റൂട്ട് നോഡിനെ വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റൂട്ട് നോഡിനെ വിസിറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം അതിനെ മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ലെഫ്റ്റ് സബ് ട്രീനെയാണ് നമുക്ക് വിസിറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ എയുടെ ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറയുന്നത് B ആണ്. സോ നമ്മൾ Bനെ മാർക്ക് ചെയ്തു, അതിൻ്റെ റൈറ്റ് സബ് ട്രീനെയാണ് പിന്നെ വിസിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ C എന്നിട്ട് മാർക്ക് ചെയ്തു. ഇനി എക്സാമ്പിൾ നമ്പർ 2 നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ബൈനറി ട്രീ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് പ്രീ ഓർഡർ ട്രാവേഴ്സ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, റൂട്ട് നോഡ് വിസിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. റൂട്ട് നോഡ് വിസിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്യണം, അതിനുശേഷം അതിൻ്റെ റൈറ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്യണം. അപ്പോൾ റൂട്ട് നോഡ് ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഈ ഒരു ബൈനറി ട്രീയുടെ റൂട്ട് നോഡ് എന്ന് പറയുന്നത് A ആണ്. സോ Aനെ ആദ്യം വിസിറ്റ് ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ ആണല്ലോ പിന്നെ വിസിറ്റ് ചെയ്യേണ്ടത്. സോ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തു. ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തപ്പോൾ പിന്നെ കാണുന്നത് Bനെയാണ്. അപ്പോൾ ഈ B എന്ന് പറയുന്നത് Dയുടെയും Eയുടെയും റൂട്ട് നോഡല്ലേ, അല്ലെങ്കിൽ ഇതിൻ്റെ പാരന്റ് നോഡാണല്ലോ. സോ നമ്മൾ നെക്സ്റ്റ് എന്ത് എഴുതി, ആ റൂട്ട് നോഡിന് വിസിറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ B എഴുതി. അതിനുശേഷം എന്താ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ ഒരു റൂട്ട് നോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ ആണ് വിസിറ്റ് ചെയ്യേണ്ടത്. സോ Bയുടെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തപ്പോൾ ഇവിടെ D ഉണ്ട്. D എന്ന് പറയുന്നത് Gൻ്റെയും Hൻ്റെയും പാരന്റ് നോഡാണ്, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് നോഡാണ്. സോ നമുക്ക് എന്താ എഴുതാം, നെക്സ്റ്റ് റൂട്ട് നോഡിനെയല്ലേ വിസിറ്റ് ചെയ്യേണ്ടേ. സോ നെക്സ്റ്റ് D എഴുതാം. അപ്പോൾ A വന്നു, B വന്നു, D വന്നു. അതിനുശേഷം എന്തെഴുതണം, ഇതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ, അതായത് റൂട്ട് നോഡ് എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ലെഫ്റ്റ് സബ് ട്രീ ആണ്. ഇതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറയുന്നത് G ആണ്. സോ G എഴുതി. G എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണം, Dയുടെ റൈറ്റ് സബ് ട്രീ ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കേസിൽ നോക്കുമ്പോൾ Dയുടെ റൈറ്റ് സബ് ട്രീയിൽ ഇവിടെ H ഉണ്ട്, അതേപോലെ ഇവിടെ L ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സബ് ട്രീ അത് ചെക്ക് ചെയ്തു, G എഴുതി. പിന്നെ നമ്മൾ റൈറ്റ് സബ് ട്രീ ചെക്ക് ചെയ്യുമ്പോൾ H ഉണ്ട്. Hൻ്റെ ലെഫ്റ്റ് സബ് ട്രീ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഇല്ല. സോ Hൻ്റെ റൈറ്റ് സബ് ട്രീ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഉണ്ട്. അപ്പോൾ H എഴുതിയതിന് ശേഷം എന്ത് കൊടുക്കണം, Lഉം കൂടെ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതൊക്കെ ബാക്ക് ട്രാക്ക് ചെയ്ത് മുകളിലോട്ട് പോയി ഈ Bയുടെ അവിടെ എത്തിയപ്പോൾ Bയുടെ ലെഫ്റ്റൊക്കെ സെർച്ച് ചെയ്തു നോക്കി, ഓക്കെ സെർച്ച് ചെയ്തു. അതിനുശേഷം Bയുടെ റൈറ്റ് നോക്കണം. Bയുടെ റൈറ്റ് എന്ന് പറയുന്നത് E ആണ്. സോ E മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് Aയിലേക്ക് പോയി. അപ്പോൾ Aയുടെ ലെഫ്റ്റൊക്കെ സെർച്ച് ചെയ്തു നോക്കണം, സെർച്ച് ചെയ്തു അല്ലെങ്കിൽ ട്രാവേഴ്സ് ചെയ്തു. അതിനുശേഷം നമ്മുടെ Aയുടെ റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. Aയുടെ റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ C വന്നു. C എന്ന് പറയുന്നത് ഒരു പാരന്റ് നോഡ് അല്ലെങ്കിൽ റൂട്ട് നോഡാണ്. സോ അതിന് C ആദ്യം മാർക്ക് ചെയ്തു. അതിനുശേഷം ലെഫ്റ്റ് സബ് ട്രീ ഉണ്ടോ ചെക്ക് ചെയ്തു, ലെഫ്റ്റ് സബ് ട്രീ ഇല്ല. സോ അതിന് റൈറ്റ് സബ് ട്രീ ഉണ്ടോ ചെക്ക് ചെയ്തു, ഓഫ് കോഴ്സ് റൈറ്റ് സബ് ട്രീ ഉണ്ട്. സോ Fലേക്ക് എത്തി. F എന്ന് പറയുന്നത് Iൻ്റെയും Gൻ്റെയും റൂട്ട് നോഡാണ്. സോ ആദ്യം നമ്മൾ F മാർക്ക് ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് സബ് ട്രീ ഉണ്ടോ ചെക്ക് ചെയ്തു, ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സബ് ട്രീ ആണ് ആദ്യം എഴുതേണ്ടത്. സോ Fന് ശേഷം I മാർക്ക് ചെയ്തു. അതിനുശേഷം റൈറ്റ് സബ് ട്രീ ഉണ്ടോ, അതായത് Fന് റൈറ്റ് സബ് ട്രീ ഉണ്ടോ ചെക്ക് ചെയ്തു, ഓഫ് കോഴ്സ് J ആണ് അതിൻ്റെ റൈറ്റ് സബ് ട്രീ. ഈ റൂട്ട് നോഡ് എഴുതിയതിന് ശേഷം അതിൻ്റെ ലെഫ്റ്റ് നോഡാണ് എഴുതേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് നോഡ് എന്ന് പറയുന്നത് K ആണ്. നമ്മൾ K മാർക്ക് ചെയ്തു. പിന്നെ ഇതൊക്കെ ബാക്ക് ട്രാക്ക് ചെയ്ത് നമ്മൾ മുകളിലോട്ട് പോയപ്പോൾ റൂട്ട് നോഡ് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ലെഫ്റ്റ് നോഡ് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ റൈറ്റ് സബ് ട്രീ എഴുതിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ. അതിൻ്റെ ഓർഡർ ഈ രീതിയിലാണ് വരിക. ഓക്കെ, ഇത് എക്സാമ്പിൾ നമ്പർ 3 ആണ്. ഇതൊന്ന് ആദ്യം ഒറ്റയ്ക്ക് ചെയ്ത് നോക്കൂ, എന്നിട്ട് മാത്രമേ ഇത് നോക്കൂ കേട്ടോ, ഈ ഒരു ആൻസർ നോക്കൂ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് റൂട്ട് നോഡാണ്. നമ്മുടെ പ്രീ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുമ്പോൾ റൂട്ട് നോഡ് ആദ്യം വിസിറ്റ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്യണം, അതിനുശേഷം റൈറ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്യണം. സോ റൂട്ട് നോഡ് ആദ്യം വിസിറ്റ് ചെയ്തു, A ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. അടുത്തത് അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ B നമ്മൾ ആദ്യം മാർക്ക് ചെയ്തു. Bക്ക് ലെഫ്റ്റ് ഉണ്ടോ ചെക്ക് ചെയ്തു, ഇല്ല. സോ Bക്ക് റൈറ്റ് ഉണ്ടോ ചെക്ക് ചെയ്തു, ഓഫ് കോഴ്സ് എന്നിട്ട് D ആണ്. സോ D മാർക്ക് ചെയ്തു, ബാക്ക് ട്രാക്ക് ചെയ്തു, Aയിലെത്തി. Aയുടെ ലെഫ്റ്റൊക്കെ നമ്മൾ സെർച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ റൈറ്റിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. റൈറ്റിൽ ഇവിടെ C ഉണ്ട്. സോ C എഴുതി. അതിനുശേഷം അതിൻ്റെ ലെഫ്റ്റ് പാർട്ട് ഉണ്ടോ നോക്കി, ലെഫ്റ്റ് പാർട്ട് E ആണ്. അപ്പോൾ സോ നമ്മളവിടെ E മാർക്ക് ചെയ്തു. അതിനുശേഷം Eക്ക് ലെഫ്റ്റ് ഉണ്ടോ ചെക്ക് ചെയ്തു, ലെഫ്റ്റിലില്ല. സോ റൈറ്റ് ഉണ്ടോ ചെക്ക് ചെയ്തു. അപ്പോൾ F ഉണ്ട്, F എഴുതി വെച്ചു. Fന് ലെഫ്റ്റ് ഉണ്ടോ നോക്കി, G ഉണ്ട്, G എഴുതി. Gക്ക് ലെഫ്റ്റ് ഉണ്ട്, Hന് ലെഫ്റ്റ് ഉണ്ട്, I. പിന്നെ ബാക്ക് ട്രാക്ക് ചെയ്ത് പോയി നോക്കിയപ്പോൾ
റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റ് സബ്ട്രീ എല്ലാം ചെക്ക് ചെയ്തു, റൂട്ട് നോഡിൻ്റെ റൈറ്റ് സബ്ട്രീ എല്ലാം നമ്മൾ ട്രാവേഴ്സ് ചെയ്തു. ഇങ്ങനെയാണ് എന്ത് വരിക, പ്രീ ഓർഡർ ട്രാവേഴ്സിൽ വരിക. ഫസ്റ്റ് റൂട്ട് നോഡ് ചെക്ക് ചെയ്യുക, അതിനുശേഷം ലെഫ്റ്റ് സബ്ട്രീ ചെക്ക് ചെയ്യുക, അതിനുശേഷം റൈറ്റ് സബ്ട്രീ ചെക്ക് ചെയ്യുക. ഇനി ഇൻഓർഡർ ട്രാവേഴ്സിൻ്റെ കേസ് പറയുമ്പോൾ ആദ്യം ലെഫ്റ്റ് സബ്ട്രീ ചെക്ക് ചെയ്യുക, അതിനുശേഷം റൂട്ട് നോഡ് ചെക്ക് ചെയ്യുക, അതിനുശേഷമാണ് റൈറ്റ് സബ്ട്രീയിലേക്ക് ട്രാവേഴ്സ് ചെയ്യേണ്ടത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം ലെഫ്റ്റ് സബ്ട്രീ ആയിട്ടുള്ള ബി ആണ് നമുക്ക് ട്രാവേഴ്സ് ചെയ്യേണ്ടത്, അതിനുശേഷം റൂട്ട് നോഡ് ട്രാവേഴ്സ് ചെയ്തു, അതിനുശേഷം സി അതായത് റൈറ്റ് സബ്ട്രീ ട്രാവേഴ്സ് ചെയ്തു. ഈ രീതിക്കാണ് ഇത് വരിക, ഇൻഓർഡർ ട്രാവേഴ്സിൽ വരിക. അതിനുശേഷം എക്സാമ്പിൾ നമ്പർ 2 നോക്കുമ്പോൾ നമ്മുടെ ഇൻഓർഡർ ട്രാവേഴ്സലനുസരിച്ച് ലെഫ്റ്റ് സബ്ട്രീയാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, അതിനുശേഷമാണ് റൂട്ട് നോഡ് ചെക്ക് ചെയ്യുക, അതിനുശേഷമാണ് റൈറ്റ് സബ്ട്രീ ചെക്ക് ചെയ്യുക. സോ നമുക്കിവിടെ ഫസ്റ്റ് എ എഴുതാൻ പറ്റില്ല, അതായത് എക്ക് ലെഫ്റ്റ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ബി എഴുതാൻ പറ്റില്ല, കാരണം ബിക്ക് ലെഫ്റ്റ് ഉണ്ട്. ഡി എഴുതാൻ പറ്റില്ല, ഡിക്ക് ലെഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ലെഫ്റ്റിൽ നോഡ് നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ട്രാവേഴ്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ പെർട്ടിക്കുലർ റൂട്ട് നോഡ് എഴുതി പോകാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമുക്ക് ജി ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. ജി നമ്മൾ എഴുതി, ജിക്ക് റൂട്ട് നോഡ് ഡി ആണ്. സോ ലെഫ്റ്റ് സബ്ട്രീ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡി എഴുതി, അതിനുശേഷം റൈറ്റിലോട്ട് വന്നു. റൈറ്റിൽ എന്തുണ്ട്, എച്ച് ആണുള്ളത്. അപ്പോൾ ഈ എച്ച് എഴുതുന്നതിന് മുന്നേ നമ്മൾ അതിന് ലെഫ്റ്റ് സബ്ട്രീ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ലെഫ്റ്റ് സബ്ട്രീ ഇല്ല. സോ റൂട്ട് നോഡായിട്ടുള്ള എച്ച് എഴുതി, അതിനുശേഷം നമ്മൾ എല്ല് കൊടുത്തു. ഇനി ബാക്ക് ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ആദ്യം ഈ ബിയുടെ ലെഫ്റ്റ് സബ്ട്രീ ഒക്കെ ചെക്ക് ചെയ്തു. ഇനി നമ്മൾ ബി എഴുതുക. ബി എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക, റൈറ്റ് സബ്ട്രീ ആയിട്ടുള്ള ഇ എഴുതി വയ്ക്കുക. അതിനുശേഷം ബാക്ക് ട്രാക്ക് ചെയ്ത് ഇവിടെ വന്നപ്പോൾ എയുടെ ലെഫ്റ്റ് സബ്ട്രീ കംപ്ലീറ്റ് നമ്മൾ ചെക്ക് ചെയ്തു. സോ എ എഴുതുക, ലെഫ്റ്റ് സബ്ട്രീ ചെക്ക് ചെയ്തതിന് ശേഷം റൂട്ട് നോഡ് എഴുതുന്നതല്ലേ. സോ റൂട്ട് നോഡായിട്ടുള്ള എ നമ്മൾ മാർക്ക് ചെയ്തു, അതിനുശേഷം റൈറ്റ് സബ്ട്രീയിലോട്ട് മൂവ് ചെയ്തു. റൈറ്റ് സബ്ട്രീയിൽ സി എഴുതി, അതായത് റൈറ്റ് സബ്ട്രീയിൽ സി ഇവിടെ എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെക്ക് ചെയ്യണം, ഈ സിക്ക് ലെഫ്റ്റ് നോഡ് ഉണ്ടോ ചെക്ക് ചെയ്യണം. ഇവിടെ ലെഫ്റ്റ് പാർട്ട് ഇല്ലാത്തത് കൊണ്ട് റൂട്ട് നോഡായിട്ടുള്ള സി എഴുതിയതിന് ശേഷം നമ്മൾ റൈറ്റ് പാർട്ട് ചെക്ക് ചെയ്തു. റൈറ്റ് പാർട്ടിൽ എന്തുണ്ട്, എഫ് ഉണ്ട്. ഈ എഫിന് എന്തുണ്ട്, ഒരു ഐ എന്ന് പറഞ്ഞിട്ടുള്ള ലെഫ്റ്റ് പാർട്ടുണ്ട്. ഈ ലെഫ്റ്റ് പാർട്ട് എഴുതിയതിന് ശേഷം മാത്രമേ നമുക്ക് എഫ് എഴുതാൻ പാടുള്ളൂ. കാരണം ലെഫ്റ്റ് സബ്ട്രീ അല്ലെങ്കിൽ ലെഫ്റ്റ് നോഡ്, റൂട്ട് നോഡ്, റൈറ്റ് സബ്ട്രീ അല്ലെങ്കിൽ റൈറ്റ് നോഡ്, ഈ രീതിയിലല്ലേ നമുക്ക് എഴുതണ്ടേ. സോ സി കഴിഞ്ഞ് നമ്മൾ റൈറ്റിലേക്ക് വന്നപ്പോൾ ഈ എഫിന് ആരുണ്ട്, ലെഫ്റ്റ് സബ്ട്രീ ഉണ്ട്. സോ ലെഫ്റ്റിലെ ഐ നമ്മൾ ആദ്യം എടുത്ത് എഴുതണം, അതിനുശേഷം അതിൻ്റെ റൂട്ട് നോഡായിട്ടുള്ള എഫ് എഴുതണം. അതിനുശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ ജെക്ക് എന്തുണ്ട്, കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെഫ്റ്റ് പാർട്ടുണ്ട്. സോ കെ ആദ്യം എഴുതിയിട്ട് അതിൻ്റെ റൂട്ട് നോഡായിട്ടുള്ള ജെ എഴുതണം. ജെക്ക് റൈറ്റ് പാർട്ട് ഉണ്ടോ, റൈറ്റ് സബ്ട്രീ ഉണ്ടോ ചെക്ക് ചെയ്തു, ഇല്ല. സോ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് മുകളിലോട്ട് വന്നു. ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്ക് ലെഫ്റ്റ് സബ്ട്രീ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ ബി ഉണ്ട്, ബിക്ക് ലെഫ്റ്റ് ഉണ്ടോ ചെക്ക് ചെയ്തു, ഇല്ല. സോ ലെഫ്റ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് റൂട്ട് നോഡ് എഴുതാം. റൂട്ട് നോഡ് എഴുതിയതിന് ശേഷം അതിൻ്റെ റൈറ്റ് നോഡായിട്ടുള്ള ഡി നമ്മൾ എഴുതി, എന്നിട്ട് ബാക്ക് ട്രാക്ക് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റൊക്കെ എഴുതി, അതിനുശേഷം എ എഴുതുക. എ എഴുതിയതിന് ശേഷം ഇതിൻ്റെ റൈറ്റ് സബ്ട്രീ ആയിട്ടുള്ള സിയിലേക്ക് നമ്മൾ വന്നു. സി വന്നപ്പോൾ സിയിൽ ആരുണ്ട്, ലെഫ്റ്റ് സബ്ട്രീ ആയിട്ടുള്ള ഇ ഉണ്ട്. അപ്പോൾ ഇക്ക് ലെഫ്റ്റ് ഉണ്ടോ ചെക്ക് ചെയ്തു, ഇക്ക് ലെഫ്റ്റ് ഇല്ല. സോ റൂട്ട് നോഡായിട്ടുള്ള ഇ എഴുതി, അതിനുശേഷം റൈറ്റിലേക്ക് വന്നു. റൈറ്റിലേക്ക് വന്നപ്പോൾ എഫിന് ആരുണ്ട്, ലെഫ്റ്റ് സബ്ട്രീ ഉണ്ട്. ജിക്ക് ആരുണ്ട്, ലെഫ്റ്റ് സബ്ട്രീ ആയിട്ടുള്ള എച്ച് ഉണ്ട്. സോ എച്ചിന് ആദ്യം എഴുതി, അതിനുശേഷം ജി എഴുതി, അതിനുശേഷം ഐ കൊടുക്കുക. കാരണം ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ് ഈ രീതിയിലല്ലേ വേണ്ടേ. അതിനുശേഷം ബാക്ക് ട്രാക്ക് ചെയ്തു, ഇവിടെ എത്തി, നമ്മൾ ഇങ്ങോട്ട് പോയി. പിന്നെ നമുക്ക് എഫ് എഴുതാം. എഫ് എഴുതിയ ശേഷം ലെഫ്റ്റ് സബ്ട്രീ ചെക്ക് ചെയ്തു, റൂട്ട് നോഡ് എഴുതി, റൈറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു, ഇല്ല. സോ ബാക്ക് ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് പോയി, എന്താ പറയുക, ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സബ്ട്രീ ഇല്ലാതെ മനസ്സിലാക്കി റൂട്ട് നോഡ് എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം. അതിന് ശേഷമാണ് റൈറ്റ് സബ്ട്രീ ആയിട്ടുള്ള ചെക്ക് ചെയ്തത്. സോ ഇവിടെ നമുക്കിനി ഒന്നും ചെയ്യാനില്ല, ബാക്ക് ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് പോയി. അപ്പോൾ ഈ സിയുടെ ലെഫ്റ്റ് സബ്ട്രീ കംപ്ലീറ്റ് നമ്മൾ ചെയ്തു. സോ റൂട്ട് നോഡായിട്ടുള്ള സി എഴുതി. ഇനി സിയുടെ റൈറ്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു, റൈറ്റ് ഒന്നുമില്ല. സോ ബാക്ക് ട്രാക്ക് ചെയ്ത് എയിലോട്ട് പോയി എല്ലാം ഒന്നും കൂടെ ചെക്ക് ചെയ്തു. അതായത് എയിൽ ലെഫ്റ്റ് സബ്ട്രീയിൽ ആരെയും വിസിറ്റ് ചെയ്യാനില്ല അല്ലെങ്കിൽ ട്രാവേഴ്സ് ചെയ്യാനില്ല എന്ന് കൺഫേം ചെയ്തു. ബിയിൽ റൈറ്റ് സൈഡിൽ എല്ലാതും കറക്റ്റായിട്ട് ട്രാവേഴ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി സെർച്ച് ചെയ്തു. ഇങ്ങനെയാണ് ഇൻഓർഡർ ട്രാവേഴ്സിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടെണ്ണത്തിന് പോലെയല്ല. ആദ്യം ലെഫ്റ്റ് സബ്ട്രീ വിസിറ്റ് ചെയ്യുക, പിന്നെ റൈറ്റ് സബ്ട്രീ വിസിറ്റ് ചെയ്യുക, പിന്നെ റൂട്ട് നോഡ് വിസിറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി രണ്ടെണ്ണം നിങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കണം. ഇൻ ഓർഡറും അതേപോലെ തന്നെ പ്രീ ഓർഡറും. പോസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സബ്ട്രീ, റൈറ്റ് സബ്ട്രീ, ദെൻ റൂട്ട് നോഡ്. അപ്പോൾ ഈ ഒരു കേസിൽ ആദ്യം ബി എഴുതണം, പിന്നെ സി എഴുതണം, പിന്നെയാണ് എ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്പർ 2 നോക്കൂ. ഈ ഒരു കേസിൽ ആദ്യം എന്താ പറഞ്ഞിട്ടില്ലേ, ലെഫ്റ്റ് സബ്ട്രീ എഴുതണം എന്നാ പറഞ്ഞിട്ടില്ലേ. സോ എക്ക് ലെഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കി, അപ്പോൾ ബി ഉണ്ട്. ബിക്ക് ലെഫ്റ്റ് ഉണ്ടോ നോക്കി, ഡി ഉണ്ട്. ഡിക്ക് ലെഫ്റ്റ് ഉണ്ടോ നോക്കി, ജി ഉണ്ട്. അപ്പോൾ ജി ആദ്യം എഴുതി വെക്കുക. അതിനുശേഷം ഇതിന്
ഇതിൻ്റെ പാരൻ്റ് ആയിട്ടുള്ള ഈ ഡിക്ക് റൈറ്റ് സബ് ട്രീ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. ഓഫ് കോഴ്സ് ഉണ്ട്, എച്ച് ഉണ്ട്, എച്ചിന് ഒരു റൈറ്റ് സബ് ട്രീ ഉണ്ട്, എൽ. അപ്പോൾ എന്ത് വേണം, ആദ്യം ജി എഴുതുക, അതിനുശേഷം ഇതിൻ്റെ റൈറ്റ് സബ് ട്രീ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ എച്ച് ഉണ്ട്, എച്ചിന് ഇവിടെ എന്തുണ്ട്, ആദ്യം ലെഫ്റ്റ് സബ് ട്രീ ഉണ്ടോ ചെക്ക് ചെയ്തു, ഇല്ല. സോ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നു എല്ലാം ആദ്യം എഴുതി വെക്കുക, അതിനുശേഷം അതിൻ്റെ റൂട്ട് നോഡായിട്ടുള്ള എച്ച് എഴുതുക, അതിനുശേഷം ബാക്ക് ട്രാക്ക് ചെയ്ത് ഡി വന്നു, ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും നമ്മൾ എഴുതി റൂട്ട് നോഡായിട്ടുള്ള ഡി എഴുതി വെക്കുക. അതിനുശേഷം ഇങ്ങോട്ട് വന്നു ഇ എഴുതുക, കാരണം ലെഫ്റ്റ് സബ് ട്രീ എഴുതി, ഇതിൻ്റെ റൈറ്റ് സബ് ട്രീ ആയിട്ടുള്ള ഇ എഴുതി, അതിനുശേഷം റൂട്ട് നോഡായിട്ടുള്ള ബി എഴുതുക. ഇവിടെ വരെ എത്തിയതിന് ശേഷം നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് പോയി എ എഴുതില്ല, കാരണം എയുടെ ലെഫ്റ്റ് സബ് ട്രീ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സബ് ട്രീ ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഇങ്ങോട്ട് വന്നു, സിയിലോട്ട് വന്നു, സിക്ക് എന്ത് ചെക്ക് ചെയ്തു, ലെഫ്റ്റ് സബ് ട്രീ ഉണ്ടോ ചെക്ക് ചെയ്തു, ഇല്ല. സോ റൈറ്റ് സബ് ട്രീ ആണ് ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. റൈറ്റ് സബ് ട്രീയിലേക്ക് വന്നു, അപ്പോൾ എഫ് ഉണ്ട് ഇവിടെ, എഫിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ ഉണ്ടോ ചെക്ക് ചെയ്തു, അപ്പോൾ എന്ത് വന്നു, ഐ ഉണ്ട്. അപ്പോൾ എന്ത് വന്നു, ഐ ആദ്യം എഴുതി വെക്കുക, അതിനുശേഷം ഇതിൻ്റെ റൈറ്റ് സബ് ട്രീ ഉണ്ടോ ചെക്ക് ചെയ്തു. അപ്പോൾ ജെക്ക് എന്തുണ്ട്, ഒരു ലെഫ്റ്റ് സബ് ട്രീ ഉണ്ട്, ലെഫ്റ്റ് എഴുതിയിട്ട് വേണമല്ലോ റൈറ്റ് എഴുതാൻ. സോ ലെഫ്റ്റ് ആയിട്ടുള്ള കെ എഴുതി, കെക്ക് റൈറ്റ് ഉണ്ടോ നോക്കി, അതായത് ഇപ്പുറത്ത് വേറെ റൈറ്റ് സബ് ട്രീയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കി, ഇല്ല. സോ അതിൻ്റെ റൂട്ട് നോഡായിട്ടുള്ള ജെ എഴുതാം. ജെ എഴുതിയതിന് ശേഷം നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നു, ഈ എഫിൻ്റെ ലെഫ്റ്റും റൈറ്റും ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് റൂട്ട് നോഡായിട്ടുള്ള എഫിന് എഴുതാം. അതിന് ശേഷം എന്ത് ചെയ്തു, ബാക്ക് ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നു, അതായത് സിക്ക് ലെഫ്റ്റ് സബ് ട്രീ ഒന്നുമില്ല, റൈറ്റ് സബ് ട്രീ നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്തു. സോ ലാസ്റ്റ് റൂട്ട് നോഡായിട്ടുള്ള സി നമുക്ക് വിസിറ്റ് ചെയ്യാം, സീനെ അവിടെ എഴുതി വെച്ചു. അതിനുശേഷം ബാക്ക് ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നു, അപ്പോൾ എയുടെ ലെഫ്റ്റ് സബ് ട്രീയിൽ എന്താ പറയുക, നമ്മളെല്ലാം എഴുതിയിട്ടുണ്ട്. അതിനുശേഷം റൈറ്റ് സബ് ട്രീയിൽ എല്ലാം എഴുതി, ദെൻ നമുക്ക് റൂട്ട് നോഡായിട്ടുള്ള എ എഴുതാം. ഈ രീതിക്കാണ് പോസ്റ്റ് സബ് ട്രീ വരിക, അതായത് ലെഫ്റ്റ് സബ് ട്രീ, റൈറ്റ് സബ് ട്രീ, ദെൻ റൂട്ട് നോഡ്. ഈ രീതിയിലാണ് നമ്മുടെ പോസ്റ്റ് ഓർഡർ എഴുതുക. അപ്പോൾ ഇതിൻ്റെ റൂട്ട് നോഡിൽ, അതായത് ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ എക്ക് ആദ്യം ലെഫ്റ്റ് സബ് ട്രീ ഉണ്ടോ ചെക്ക് ചെയ്യണം. അപ്പോൾ ബി ഉണ്ട് ഇവിടെ, ബിക്ക് ലെഫ്റ്റ് സബ് ട്രീ ഉണ്ടോ ചെക്ക് ചെയ്തു, ഇല്ല. സോ എന്ത് ചെയ്യാം, ബിക്ക് റൈറ്റ് സബ് ട്രീ ഉണ്ടോ ചെക്ക് ചെയ്യുക, ഉണ്ട്, ഡി ഉണ്ട്. സോ ഡി ആദ്യം എഴുതി വെക്കുക, അതിനുശേഷം അതിൻ്റെ റൂട്ട് നോഡ് ചെക്ക് ചെയ്യുക. റൂട്ട് നോഡ് ഇവിടെ ബി ആണ്, സോ അത് ബി എഴുതി. അതിനുശേഷം ബാക്ക് ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നു, എയുടെ ലെഫ്റ്റ് സബ് ട്രീ ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്, ഇനി എയുടെ റൈറ്റ് സബ് ട്രീ ആണ് പോകാനുള്ളത്. സോ ഇങ്ങോട്ട് വന്നു, സിയിലോട്ട് വന്നു, ഇനി സിക്ക് ലെഫ്റ്റ് സബ് ട്രീ ഉണ്ടോ ചെക്ക് ചെയ്തു, ഇ ഉണ്ട്. ഇക്ക് എന്ത് ചെയ്യണം, ഇയുടെ ലെഫ്റ്റ് ആദ്യം ചെക്ക് ചെയ്ത് റൈറ്റ് ചെക്ക് ചെയ്തിട്ട് വേണം ഇന് നമുക്ക് വിസിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇക്ക് ലെഫ്റ്റ് ഉണ്ടോ നോക്കി ലെഫ്റ്റ് ഇല്ല. സോ ഇക്ക് റൈറ്റ് ഉണ്ടോ നോക്കി റൈറ്റ് ഉണ്ട്, എഫ് ഉണ്ട്. എഫിന് ലെഫ്റ്റ് ഉണ്ടോ നോക്കണം, അതേപോലെ തന്നെ റൈറ്റ് ഉണ്ടോ നോക്കണം. എഫിന് ഇവിടെ ലെഫ്റ്റ് ഉണ്ട്, ജി ഉണ്ട് ഇവിടെ. അപ്പോൾ ജിക്ക് ലെഫ്റ്റ് ഉണ്ടോ റൈറ്റ് ഉണ്ടോ നോക്കണം, ജിക്ക് ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. അപ്പോൾ ജിയിലെ എച്ചിനെയാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ബിക്ക് ശേഷം നമ്മൾ പിന്നെ എഴുതുന്നത് എച്ചിനെയാണ്, എച്ചിന് ശേഷം ഐന് എഴുതുക, അതിന് ശേഷം ജീന് എഴുതുക, കാരണം ലെഫ്റ്റ് റൈറ്റ് റൂട്ട് അങ്ങനെയല്ലേ എഴുതണ്ടേ. അപ്പോൾ പിന്നെ ബാക്ക് ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോൾ എഫിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ ചെക്ക് ചെയ്തു, എഫിന് റൈറ്റിൽ ആരും ഇല്ല. സോ ലെഫ്റ്റ് റൈറ്റ് റൂട്ട് എന്നുള്ളതിന് ലെഫ്റ്റ് ആദ്യം ഇതൊക്കെ കംപ്ലീറ്റ് എഴുതി, റൈറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ നമുക്കൊന്നും എഴുതണ്ട. ദെൻ എഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതിനുശേഷം ബാക്ക് ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നു, ഇക്ക് ലെഫ്റ്റിലൊന്നും ഉണ്ടായിരുന്നില്ല, റൈറ്റിൽ നമ്മൾ എഫ് വരെ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ റൂട്ട് നോഡ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇ നമ്മൾ എഴുതി. ബാക്ക് ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ പറയുക, സിയുടെ ലെഫ്റ്റ് സബ് ട്രീ നമ്മൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്തു, റൈറ്റ് സബ് ട്രീയിൽ പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. സോ എന്ത് ചെയ്യാം, നമുക്ക് റൂട്ട് നോഡായിട്ടുള്ള സീന് എഴുതാം. ഇനി ബാക്ക് ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോൾ എയുടെ ലെഫ്റ്റ് സബ് ട്രീ കംപ്ലീറ്റ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്, അതേപോലെ റൈറ്റ് സബ് ട്രീ കംപ്ലീറ്റ് വിസിറ്റ് ചെയ്ത് എഴുതി. ദെൻ ലാസ്റ്റ് എന്ത് ചെയ്യാം, റൂട്ട് നോഡായിട്ടുള്ള എ കൊടുക്കാം. ഇങ്ങനെയാണ് പോസ്റ്റ് ഓർഡർ വരിക. ഓക്കെ, അപ്പോൾ പ്രീ ഓർഡറും പോസ്റ്റ് ഓർഡറും ഇൻ ഓർഡറും നല്ല രീതിക്ക് പഠിച്ചു വയ്ക്കുക. പ്രീ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സബ് ട്രീ, റൈറ്റ് സബ് ട്രീ, ദെൻ റൂട്ട് നോഡ് എന്നുള്ള രീതിയാണ് വരുന്നത്. ഈ എക്സാമ്പിൾ നല്ല രീതിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇൻ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സബ് ട്രീ, റൂട്ട് നോഡ്, റൈറ്റ് സബ് ട്രീ, ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി പ്രീ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് നോഡ്, ലെഫ്റ്റ് സബ് ട്രീ, റൈറ്റ് സബ് ട്രീ, ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല രീതിക്ക് മനസ്സിലാക്കി പഠിക്കുക. പ്രീ ഓർഡർ ആദ്യം റൂട്ട് നോഡാണ് വരിക, എന്നാൽ ഇൻ ഓർഡർ ലെഫ്റ്റ് സബ് ട്രീ, ലെഫ്റ്റ് സബ് ട്രീ, റൂട്ട് നോഡ്, റൈറ്റ് സബ് ട്രീ ആണ് വരിക. എന്നാൽ പോസ്റ്റ് ഓർഡർ ലെഫ്റ്റ് റൈറ്റ് റൂട്ട്. അപ്പോൾ ഇത് നല്ല രീതിക്ക് മനസ്സിലാക്കി പഠിക്കുക, എന്നാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, താങ്ക്